Hi students, welcome back to my YouTube channel. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിനകത്തെ ഡയമെൻഷണൽ അനാലിസിസ് എന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് നോക്കാം. നമുക്കറിയാം എല്ലാ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയായിരുന്നു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറന്റ്, temperature, luminous intensity and amount of substance. And these 7 fundamental quantities are called 7 dimensions of the physical world. These 7 physical quantities in the termsil adinte combination ചില physical quantities in the termsil നമുക്ക് എല്ലാ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അല്ല അത് ഞാൻ പിന്നെ കട്ട് ചെയ്തോളൂ, റെഡി. ഫോർ എക്സാമ്പിൾ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്നുള്ള കാര്യം അറിയാലോ. നൗ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ഒരു ലെങ്ത്തിന്റെ മെഷർമെന്റ് തന്നെയല്ലേ. അപ്പൊ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഏരിയനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. വോളിയം. വോളിയം ഈക്വൽ ടു, വാട്ട് ഈസ് ദി ഫോർമുല ഫോർ വോളിയം? വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു breadth into height. Now ഇവിടെ ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, ബ്രെഡ്ത്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് മീൻസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഹൈറ്റും ഒരു ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണ്. അപ്പോൾ വോളിയത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഡെൻസിറ്റി. എന്തായിരുന്നു ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം, isn't it? Now മാസ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. വോളിയത്തിന് നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതാം. അതും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഏതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെയും നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. And these 7 fundamental quantities are called 7 dimensions of the physical world. Thus, mass has the dimension m, length has the dimension l, time has the dimension t, electric current has the dimension a, thermodynamic temperature has the dimension k, luminous intensity has the dimension cd, and amount of substance has the dimension mol. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഏരിയ? ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ഏരിയ? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, isn't it? Now അടുത്തതായിട്ട് നോക്കുക. ലെങ്ത് എന്ന് പറയുന്നത് എന്തിന്റെ മെഷർമെന്റ് ആണ്? മാസിന്റെ ആണോ ടൈമിന്റെ ആണോ? ലെങ്ത് തന്നെയാണ് അല്ലെ. ഇപ്പൊ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? എൽ. ലെങ്ത്തിന്റെ ഡയമെൻഷൻ എൽ ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡയമെൻഷനും എന്ത് തന്നെയായിരിക്കും? എൽ തന്നെ അല്ലേ. സോ എൽ ഇൻറ്റു എൽ വി ഗെറ്റ് L square. So what is the dimension of area? That is L square. ഇനി ഇവിടെ മാസും ടൈമും ഒന്നും വരാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. m raised to 0. raised to 0 എന്ന് പറയുമ്പോൾ 1 അല്ലേ കിട്ടുക. അപ്പൊ മാസ് ഇതിനകത്ത് ഉൾപ്പെടാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? m raised to 0 then L square. ടിയും ഇല്ലാത്തതുകൊണ്ട് t raised to 0 എന്ന് എഴുതാവുന്നതാണ്. So the dimension of area is m raised to 0 L square t raised to 0.
ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഏരിയ ഹാസ് 0 dimension in mass, 2 dimension in length and 0 dimension in time. അപ്പോൾ എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dimension of a physical quantities are the powers to which the fundamental quantities are to be raised to represent the given physical quantity. അതായത് ഒരു given physical ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ പവേഴ്സ് എത്ര റൈസ് ചെയ്യണം, ഏതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത്, ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ പവേഴ്സ് എത്ര റൈസ് ചെയ്യണം, അതാണ് ആ ഡയമെൻഷൻ എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഏരിയ ഹാസ് 0 dimension in mass, 2 dimension in length and 0 dimension in time. മറ്റൊരു എക്സാമ്പിൾ നോക്കാം, വോളിയം. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് ഈസ് വോളിയം? വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു breadth into height. What is the dimension of length? L. Breadth എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണ്. So we can write L. What is the dimension of height? അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ മെഷർമെന്റ് ആണ്? ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണ്. So the dimension of height is L. So L into L into L we get L cube. So the dimension of volume is L cube. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? m raised to 0 L cube t raised to 0. അതിന്റെ അർത്ഥം വോളിയത്തിനകത്ത് മാസിന്റെയോ ടൈമിന്റെയോ ആവശ്യമില്ല, അവിടെ എന്ത് മാത്രം മതി? ലെങ്ത് മതി അല്ലേ? സോ വോളിയം ഹാസ് 3 dimension in length. Next example, velocity. How we can find out the dimension of velocity? ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. Isn't it? Displacement divided by time. Now അടുത്തതായിട്ട് എന്ത് ചിന്തിക്കുക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണോ, മാസിൻ്റെതാണോ, ടൈമിൻ്റെതാണോ? എന്തിന്റെ മെഷർമെന്റ് ആണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണ്. സോ ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഈസ് L. ആൻഡ് വാട്ട് ഈസ് ദി ഡയമെൻഷൻ ഓഫ് ടൈം? ക്യാപിറ്റൽ T. ഈ T മുകളിലോട്ടേക്കായിട്ട് എഴുതുന്ന സമയത്ത് വാട്ട് വി ഗെറ്റ്? L t raised to -1. So what is the dimension of velocity? Lt raised to -1. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാസ് ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? m raised to 0 Lt raised to -1. So this is the dimension of velocity. അടുത്തതായിട്ട് acceleration. Now എന്താണ് ആക്സിലറേഷൻ? ആദ്യം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റ് ക്വാണ്ടിറ്റിയുമായിട്ട് ഉള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. അപ്പം എല്ലാവർക്കും അറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. Isn't it? Now ഇനി ചേഞ്ച് ഇൻ വെലോസിറ്റി, അതായത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണെന്ന് പറയാമോ? കുറച്ചു മുമ്പേ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? Lt raised to -1 അല്ലേ? സോ വി ക്യാൻ റൈറ്റ് Lt raised to -1 ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻ എന്താണ്? T അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ബൈ T. ഇനി ഈ T മുകളിലോട്ടേക്ക് പോകുന്ന സമയത്ത് വാട്ട് വി ഗെറ്റ്? Lt raised to -1 into T raised to -1. Now T raised to -1 into T raised to -1 we get T raised to -2. So we get Lt raised to -2. So what is the dimension of acceleration? Lt raised to -2. ഇനി ഇവിടെ m ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാവുന്നതാണ്?
m raised to 0 L t raised to minus 2. So this is the dimension of acceleration. Let us see what is the dimension of force. എന്താണ്? അപ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് ഫോഴ്സ് എന്നുള്ളതാണ് അല്ലേ? ഫോഴ്സ് ഈക്വൽ എന്തായിരുന്നു? പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. Force equal to mass into acceleration, isn't it? Now the dimension of mass m, what is the dimension of acceleration? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് lt raised to minus 2. So we can write lt raised to minus 2 and that is equal to m l t raised to minus 2. So the dimension of force is ml t raised to minus 2. അപ്പോൾ ഇതൊക്കെ വളരെ ഫണ്ടമെന്റൽ ആയ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ആണ്. അതൊക്കെ കഴിയുന്നതും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. മറ്റ് സ്ഥലങ്ങളിൽ നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഫോഴ്സിൻ്റെയും ഏരിയയുടെയും വോളിയത്തിൻ്റെയും ആക്സിലറേഷൻ്റെയും വെലോസിറ്റിയുടെയും ഒക്കെ ഡയമെൻഷൻ പഠിച്ചു വെക്കണം. ഇനിയും അതുപോലെ കുറച്ച് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. നെക്സ്റ്റ് ലെറ്റ് us see what is the dimension of work. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് വർക്ക്? എങ്ങനെയാണ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്? ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, isn't it? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. Now അടുത്തതായിട്ട് എന്താ നോക്കേണ്ടത്? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കണം അല്ലേ? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? m l t raised to minus 2. അപ്പോൾ വർക്കിന്റെ ഡയമെൻഷൻ കാണുന്ന സമയത്ത് ഫോഴ്സിന്റെ ഡയമെൻഷൻ അറിയില്ലെങ്കിൽ ഒന്നുകിൽ അത് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെയും ഫോഴ്സ് എന്താണെന്ന് ആലോചിച്ച് അതിൽ നിന്നും കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം എഴുതാൻ. അതുകൊണ്ട് ഇത്തരം ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ ഡയമെൻഷൻ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ എന്ത് കിട്ടും? L, that is equal to m L into L, L square, then here t raised to minus 2. So the dimension of work is ml square t raised to minus 2. Momentum. എന്താണ് മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്ന് നോക്കാം. അതിനാദ്യം മൊമെന്റം എന്താണെന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി, isn't it? Now what is the dimension of mass? M. The dimension of mass is m. And what is the dimension of velocity? വെലോസിറ്റിയുടെ ഡയമെൻഷൻ കുറച്ച് മുമ്പേ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? lt raised to minus 1. So we get m l t raised to minus 1. This is the dimension of momentum. അടുത്തതായിട്ട് ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാദ്യം പറയൂ. വാട്ട് ഈസ് ഫ്രീക്വൻസി? നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ് അല്ലേ? വണ്ണിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. നമ്പറിന് ഡയമെൻഷൻ ഇല്ല. അപ്പൊ 1 ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടൈമിന്റെ മെഷർമെന്റ് അല്ലേ? സോ ഇറ്റ്സ് ഡയമെൻഷൻ ഈസ് ടി. ടി മുകളിലോട്ടേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? t raised to minus 1. So the dimension of frequency is t raised to minus 1. അടുത്തതായിട്ട് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം എന്താ അറിയണം? എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് അറിയണം അല്ലേ? ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കൂ, ഇത് രണ്ട് ബോഡിയാണ്. Having mass m1 and m2, they are separated by a distance r. Then according to Newton's law of gravitation, the force of attraction between these two bodies is equal to, ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ? F equal to g m1 m2 divided by r square. ഈ ഇക്വേഷനകത്ത് ജീനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ
ഡയമെൻഷൻ ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഈ ഇക്വേഷനിൽ നിന്നും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G ഈക്വൽ എന്താണെന്ന് എഴുതുക. വാട്ട് ഈസ് G? G ഈക്വൽ ടു FR² divided by M1 M2, isn't it? That is equal to, what is the dimension of force? The dimension of force is ML T raised to minus 2. കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി ഇവിടെ R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ബോഡി അല്ലേ? അത് നമുക്കറിയാം. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L ആണ് അല്ലേ? L, പിന്നെ ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്താം? L² ഡിവൈഡഡ് ബൈ മാസിന്റെ ഡയമെൻഷൻ എന്താണ്? M അല്ലേ? അപ്പൊ M ഇൻറ്റു M2 ന്റെ ഡയമെൻഷൻ എന്ത് വരും? കിട്ടും അല്ലേ? ഇനി ഇവിടെ ഒരു M ക്യാൻസൽ ആയി പോകും. ഈ M മുകളിലോട്ടേക്ക് പോകുന്ന സമയത്ത് എന്ത് കിട്ടും? M raised to minus 1, isn't it? L into L² L³. പിന്നെന്താ വരുന്നത്? T raised to minus 2. So what is the dimension of gravitational constant? M raised to minus 1 L³ T raised to minus 2. ഇനി ഇതുപോലത്തെ ധാരാളം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ +1 ഈ ആരംഭഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റി പരിചയമില്ല. ഇനി വരുന്ന ചാപ്റ്ററുകളിലാണ് നിങ്ങൾ ഓരോരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് പഠിച്ചു വരുന്നത്. ആ സമയത്ത് മാത്രമേ അതിന്റെ ഡയമെൻഷൻ നമുക്ക് ശരിക്കും കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, അതിന്റെ ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? അതിനാദ്യം എന്തറിയണം? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്താണെന്ന് അറിയണം അല്ലേ? ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡയമെൻഷൻ കാണാൻ ചോദിക്കുന്നു. അപ്പൊ അതിനാദ്യം എന്തറിയണം? ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് അറിയണം. അപ്പൊ അതൊക്കെ നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററുകളിലാണ് പഠിക്കുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇത്രയും കുറച്ച് കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക? ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ എന്ന കാര്യം ശരിക്കും മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഞാൻ ഇനി ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തരും ഹോംവർക്കായിട്ട്. അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ ഈ ഡയമെൻഷന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബൈ.